ആദ്യമായിട്ട് ഈ ഇവിടെ നോക്കാമേ. അണ്ണാ ഒന്ന് നോക്കിട്ടാ ഓർമ്മ വെള്ളം ചോരാ. ചേച്ചി കുടിക്കാൻ കുറച്ച് വെള്ളം തരും. വെളി പൈപ്പ് ഉണ്ട്, അതിൽ നിന്ന് എടുത്തോ. വെള്ളം എടുക്കാൻ പാത്രം തരൂ. പണിക്കാർ വെള്ളം കുടിക്കണ കുപ്പി ഇവിടെ കിടപ്പുണ്ട്, അതെടുത്തോ. പതിവേ കുടി ചേച്ചി വെള്ളം ചോടാ. എനിക്ക് വേണ അണ്ണൻ പോയി ചോദിച്ചു. അമ്മ കുടിക്കാൻ കുറച്ച് മക്കളെ ചായ കുടിക്കാനുള്ള വെള്ളം മേശപ്പുറത്തിരിപ്പുണ്ട്. മക്കളെ ഞങ്ങൾ ചോറ് കൊണ്ടുവന്നോ? അമ്മ ഒരാൾ കൊണ്ടുവന്ന്, ഒരാൾ ഹോട്ടലിൽ പോയി കഴിക്കും. ഹോട്ടലിലൊന്നും പോകണ്ട, ചോറ് ഇവിടുന്ന് കഴിക്കാം. അയ്യോ അന്ന വേണ്ടമ്മ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകും. ജോലിക്ക് തന്നെ വെള്ളം പോലും തരാത്ത വീടുകളുണ്ട്. ഇത് എൻ്റെ കൂടുതലാണ്. എന്തായാലും ഞാൻ എൻ്റെ മക്കൾക്ക് വേവിക്കണം. അതിൽ നിന്നൊരു പങ്ക് തരണേന്ന് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലെങ്കിലും അങ്ങനെ കൂട്ടുവയ്ക്കാൻ ഉള്ളവന്മാർക്ക് അല്ലെങ്കിലും അങ്ങനെയല്ല. അവന്മാർക്ക് പണിക്കാരെന്ന ജോലിക്കാരെന്നൊന്നുമില്ല. അവന്മാർ നമ്മളൊക്കെ മനുഷ്യരായിട്ടല്ല അടിമകളായിട്ടാണ് കാണുന്നത്. പാവപ്പെട്ടവർ വീട്ടിൽ പോകുമ്പോൾ അവർ നമ്മളെ വെള്ളം ചോദിക്കാതെ തന്നെ വെള്ളം തിളപ്പിച്ച് കൊണ്ടുവച്ചേക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായ, 10 മണിക്ക് ചായ, വൈകുന്നേരം ചായ, അങ്ങനെയൊക്കെ തരും. അടുത്ത വീഡിയോ നോക്കാം. ചോക്ലേറ്റ് ചാള അഥവാ ചോക്ലേറ്റ് മത്തി. ചേരുവകൾ: ചോക്ലേറ്റ്, ഇന്നലത്തെ ചാളക്കറി, തീ കത്തിക്കുക, പാൻ വെക്കുക, ഇന്നലത്തെ ചാളക്കറി, ചോക്ലേറ്റ്, മൂടി വെക്കാം, തുറന്നു നോക്കാം. തെറ്റായിട്ടുണ്ട്. ചോക്ലേറ്റ് ചാള റെഡി. സൂപ്പർ സൂപ്പർ. ഈ തള്ളക്ക് പ്രാന്ത്, ഈ തള്ളക്ക്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ തള്ള ഈ കാണിക്കണ കണക്ക് ഈ ഇന്നലത്തെ ചാളയും എടുത്ത് ചോക്ലേറ്റ് കിട്ടുകയും ചെയ്യില്ലേ. അകത്തോട്ട് പോകുമ്പോൾ തന്നെ വാൾ വയ്ക്കാൻ പറ്റും. എനിക്ക് പ്രാന്ത്. കളവിടെ കുറച്ച് വീഡിയോ ഉണ്ട്. ചാളപ്പൊരി വേണ്ട. ചാളപ്പൊരി അഥവാ മത്തിപ്പൊരി. ചേരുവകൾ: മൈദപ്പൊടി, ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ബാറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പുഴുങ്ങി വെച്ചിരിക്കുന്ന ചാള അതിലേക്ക് ഇടുക. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ സൂപ്പർ. ഒരൊറ്റ മനുഷ്യ ഇതുണ്ടാക്കല്ലേ. ഒരു പേരെന്തര്? നല്ല പേര്. ചാളേശ്ശേരി. ചാളേശ്ശേരി അല്ല, വെടീശ്ശേരി. വെടീശ്ശേരി എന്ന് പറയും. ഈ വെടീശ്ശേരി ഈ കൊണച്ച് വയ്ക്കണ ഇതൊന്നും വീട്ടിലുണ്ടാക്കേ ചെയ്യരുത്. വാള് വെച്ചു പോകും. അല്ലെങ്കിൽ ലാസ്റ്റ് ഇവരെ പോലെ അങ്ങനെ ഉണ്ടാക്കി എല്ലാവരും വെടിയിച്ചുകൊണ്ട് അടയ്ക്കുകയും ചെയ്യും. വെടീശ്ശേരിയെ പോലെ. എൻ്റെ പൊന്നോ, ഇത് കണ്ട് നിങ്ങളിത് ചെയ്യാൻ നിന്നാ നിങ്ങളൊരു വെടിയന്മാരായി പോകും. ചാളക്കറി അഥവാ മത്തിക്കറി. ഹലുവ. അതുമായി
ഒരിക്കലും യോജിക്കാത്ത കോമ്പിനേഷൻ നമ്മൾ പറയില്ല, അലുവയും മത്തിക്കറി. അത് താവരം അടിപൊളി. ഹബീബി കം ടു ദുബായ്. വേണ്ട ഇന്നലത്തെ ചാളക്കറി. എനിക്ക് Come to Kerala. ഇന്നലത്തത് വെച്ച് ചെയ്യില്ല. ഇന്നലത്തത് ബാക്കി വരണത് വെച്ച് ഒരു ഇങ്ങനെ അപരാധങ്ങൾ കാണിക്കുന്നു. എന്റെ ചാളയുടെ ടേസ്റ്റ് നീ നാട് മുഴുവനും പാട്ടാക്കണം. എടാ കണ്ട ഇവരുണ്ടാക്കുന്നത് ഫുള്ള് തിന്നണ കാക്കയാണ്. നമ്മളെയൊക്കെ വീട്ടില് കാക്ക വല്ലതും വന്ന് ഈ ജനലിന്റെ അടുത്തൂടി ഇങ്ങ് കയറി വരുമോ? നമ്മളെയൊക്കെ കാണുമ്പോൾ കാക്കകൾ ഓടും. ഇത് ഇവരെ കണ്ടപ്പോൾ കാക്കതാ കയറി വരുന്നു. അപ്പൊ ഇവര് സ്ഥിരം ഉണ്ടാക്കണ ഈ അപരാധം കഴിക്കുന്നത് ഈ കാക്കയാണ്. എന്നിട്ട് സൂപ്പർ അടിപൊളി ചുമ്മാ പറഞ്ഞാൽ പറ്റിക്കില്ല. അടുത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ പച്ച ബീഫാണ്, വേവിക്കാത്ത ബീഫാണ്. പച്ചമുട്ട ആൻഡ് മൈസൂർ പാക്ക്. കമന്റ്സിൽ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? മണ്ണ് തിന്നാൻ പറ്റുമോ, അല്ലെ ചാണകം തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉറുമ്പിനെ, ചേരാട്ട, ഇതിനൊക്കെ ഞാൻ കഴിക്കുന്നു. ചാള വിത്ത് ഐസ്ക്രീം, ഐസ്ക്രീം അല്ലെങ്കിൽ മത്തി വിത്ത് ഐസ്ക്രീം. ഇവരതുകൊണ്ട് തിന്നും. അപ്പോ ഐസ്ക്രീമും കോഴിന്റെ കൂടി മിക്സ് ചെയ്ത് ഇത് മറ്റേ വെടിശ്ശേരിയുടെ കൊച്ചുപൊടി ശരിയാണ്. കോഴിന്റെ കാല് എന്തിനാ ഈ വാരി വിടുന്നത്? ഭയങ്കര ലാഭമാണ് സ്ലിമിനെ നോക്കാൻ വേണ്ടിട്ട്. ഉപ്പ് വേണ്ട, മുളക് വേണ്ട, തീ വേണ്ട, ഒന്നും വേണ്ട. ഒന്നും വേണ്ട, ഗ്യാസ് വേണ്ട. അതെ അതെ അതെ, ഒന്നും വേണ്ട. ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിക്കാം. ഇവിടെ ജനിക്കേണ്ടവളേ അല്ല, ഇവിടെ ജനിക്കേണ്ടല്ല, ചൈനയിൽ പോകേണ്ടവൾ. കമന്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇവളെയൊക്കെ പേടിച്ചിട്ടാണ് പൂച്ച വരെ അപ്പിയിട്ടിട്ട് മൂടുന്നത്. പൂച്ചക്കറിയാ ഇങ്ങനത്തെ കുറെ അപരാധങ്ങളുണ്ടെന്ന് 100% ആര് കമന്റ് ജെബിയിൽ 100% ശരി തന്നെ. മതി ഞാൻ വീഡിയോ നിർത്തണേ. നമുക്കിനി അടുത്ത ഏതെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.